ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ബിരിയാണി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ അടിപൊളിയായിട്ട് ചിക്കൻ പൊരിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാലപ്പൊടികൾ റെഡിയാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിച്ചിട്ട് അതിലേക്ക് ബിരിയാണിക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ട് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടി ഇട്ടിട്ട് അതിലേക്ക് കഴുകി വെച്ച ചിക്കനോട്ട് നന്നായിട്ടൊന്ന് മസാല എല്ലാ ചിക്കനിലേക്ക് എത്തുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അധികം മുളക് പൊടിയൊന്നും വേണ്ട, കുറച്ച് മതി. കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറം ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് നമ്മളിപ്പോൾ സാധാ മസാലയിൽ ചിക്കന് വേവിച്ചെടുക്കൂലേ, അതുപോലെ തന്നെ നമ്മൾ വേവിച്ചെടുക്കുന്നത്. എന്നാലേ ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഈ ചിക്കനൊന്ന് പുറം ഭാഗം മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ടൈം കൊണ്ട് നമുക്കൊന്ന് അരി സെറ്റാക്കി കഴുകി വെക്കാം. ഇതിപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. കാരണം അത് നേരത്തെ ഒന്ന് കഴുകി അതിൻ്റെ വെള്ളം വാർത്ത് വെക്കണം. വെള്ളം ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ്. ആ ചിക്കൻ അവിടെ നിന്ന് ഫ്രൈ ആയി വരുന്ന ടൈം കൊണ്ട് നമുക്ക് ഈ അരി ഒന്ന് കഴുകിയിട്ട് വേഗം സെറ്റാക്കി വെക്കാം. ഈ അരി നല്ലതുപോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം ഞാനിപ്പോൾ ഒരു ചട്ടി, ചോറ് വെക്കുന്ന ചട്ടി എടുത്ത് എന്തിനാന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാ ചോറൊക്കെ വെച്ചതിന് ശേഷം ചോറ് വാർക്കാൻ വെക്കൂലേ, അതുപോലെ നമുക്ക് ഈ അരി ഒന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നാൽ പിന്നെ അതിലെ വെള്ളമൊക്കെ വൃത്തിക്ക് ഫുള്ളായിട്ട് വാർത്ത് കിട്ടും നമുക്ക്. ഇനി നമുക്ക് ചോറക്കാനുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലെ വെള്ളമൊക്കെ നന്നായി പോയതിന് ശേഷം അതിലേക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത് 3 ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നേരത്തെ മസാലയിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയിൽ നിന്ന് ആവശ്യത്തിന് കുറച്ച് ഉള്ളി എടുത്തിട്ട് ചോറിൻ്റെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ചിക്കന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഞാൻ രണ്ടാമത് ഇട്ട ചിക്കനാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഇപ്പോൾ ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടാമത് ഇട്ട ചിക്കനാണ്. ഇതിപ്പോൾ ചിക്കൻ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്കൊന്ന് ചോറിൻ്റെ കാര്യങ്ങൾ നോക്കാം. നേരത്തെ വാർക്കാൻ വെച്ച അരി നല്ലോണം വെള്ളമെല്ലാം പോയിട്ട് നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അതിന് ചോറിന് ആവശ്യമുള്ള വെള്ളവും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ്, നേരത്തെ എടുത്ത അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അപ്പുറമെല്ലാം പോയി ശ്രദ്ധിച്ച് വരുമ്പോഴത്തേക്കും ഇപ്പുറം ഉള്ളി കുറച്ചൊരു ബ്രൗൺ കളറായിപ്പോയി. പിന്നെ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഉപ്പ് വെള്ളം തിളച്ചിട്ടാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇപ്പോഴത്തെ ചിക്കന് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ഗ്യാസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. കാരണം ഇത് ചെറിയ സ്റ്റൗവാണ്, ചെറിയ തീ വരുന്ന അടുപ്പാണ്. അപ്പോൾ ഈ ചോറിൻ്റെ വെള്ളം എടുത്തിട്ട് വലിയ തീയിലേക്ക് വെക്കണം. ചിക്കൻ ഇത്രയും ടൈം വലിയ അടുപ്പിലുണ്ടായി. അപ്പോൾ ചോറിൻ്റെ വെള്ളം വലിയ അടുപ്പിൽ വെച്ചാൽ അത് വേഗം തിളക്കും. ചിക്കൻ പിന്നെ മെല്ലെ ആയാലും മതി. അതുകൊണ്ടാണ് ഞാനിത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വെച്ചതാണ്. ഇതിപ്പോൾ ലാസ്റ്റത്തെ ചിക്കനാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നല്ലോണം തിളക്കണം വെള്ളം. ഞാനിങ്ങനെ ഇടൽ. ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക്
ഉപ്പ് കറക്റ്റാണോ എന്നെല്ലാം നോക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കഴുകി എടുത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. സ്പീഡിൽ ഇത് ഞാൻ ഇപ്പോൾ സ്പീഡാക്കി കൊടുത്തതാണ്. അടിയിനെ ഇളക്കി കൊടുക്കുക, അല്ലാണ്ട് ഇങ്ങനെ കുത്തി ഇളക്കാൻ പാടില്ല. അപ്പോൾ അരിയെല്ലാം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മെല്ലെ മെല്ലെ ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങും. ഈ തിള വന്നുകൊണ്ട് നിന്നിട്ടാകുമ്പോൾ ചോറിപ്പം മുകളിലേക്ക് പൊന്തി നിന്നിട്ട് ഇത് വെള്ളം വറ്റിയ രീതിയിലായി വരും. കണ്ടോ, ഇപ്പം ഈ വെള്ളം ഇങ്ങനെ തിളച്ച് ചോറ് മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എന്താക്കുക, ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കയ്യിലിട്ട് അടിയിനെ ഇളക്കി കൊടുക്കുക. കുത്തി ഇളക്കാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ ചോറ് നല്ലോണം പൊട്ടിക്കും. ഇത് ജസ്റ്റ് ഒന്ന് അടിയിനെ കൂടി ഇളക്കി കൊടുത്തിട്ട് ഈ ചോറ് മുകളിൽ പൊങ്ങി വന്ന ആ ടൈം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മൂടി അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചാൽ മതി. ഞാൻ ഇപ്പോൾ എൻ്റെ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൻ്റെ പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുകയില്ല. കാരണം അതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാൻ പാടില്ല. ബാക്കി ആവിയിലെ കടന്ന് വെന്ത് വരാം. ആ ടൈം കൊണ്ട് നമുക്ക് തൈരും കച്ചമ്പറാക്കാം. ഇത് ഞാൻ ഒരു ചെറിയ കക്കിരിയും ഒരു പാക്കറ്റ് ഫുള്ള് തൈര് എടുത്തിട്ടില്ല. ഇത് മക്കളും ഞാനും മാത്രം ഉണ്ടായതുകൊണ്ട് ഇതിൽ പച്ചമുളകും ആഡ് ചെയ്യുന്നില്ല. കക്കിരിയും തൈരും മാത്രമാണ്. തൈര് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് പിന്നെ ചെറിയൊരു ഫ്ലേവറിനും ചെറിയൊരു എരിവിനും വേണ്ടിയിട്ട് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പറക്കിക്കൊണ്ടേ ഇരിക്കണം, കുട്ടികൾ കടിക്കുന്നതായിട്ട്. അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ഇട്ട്. ഇപ്പം നമ്മളെ കച്ചമ്പർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചിക്കനും പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചോറ് 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഒന്ന് മൂടി തുറന്നിട്ട് ഒന്ന് അടിയിൽ നിന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ അടിയിലത്തെ ചോറ് അവിടെ തന്നെ നിന്നിട്ട് നല്ലോണം വെന്ത് മുകളിൽ ചോറ് വേവാത്ത പോലെ ആയിരിക്കും. അപ്പോൾ അടിയിൽ നിന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്നും കൂടി അതുപോലെ തന്നെ പൊത്തി വെക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ച എണ്ണ എടുത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് നമ്മൾ ബ്രഷ് ചെയ്ത് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി മുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാനിപ്പോൾ ഉള്ളിയും കറിവേപ്പിലയും മല്ലിച്ചപ്പും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി പൊത്തി വെച്ചിട്ട് വേവിച്ചെടുക്കാം, വഴറ്റിയെടുക്കാം നല്ലോണം. ഞാനിവിടെ എയർ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകിൻ്റെ ഞെട്ടെടുത്ത് വെച്ച് കൊടുത്തതാണ്. ഒന്നുകൂടി നമ്മളിപ്പോൾ തുറന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് മുറിച്ച് വെച്ച തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇത് അടച്ച് വെക്കാം അവിടെ. അപ്പോഴേക്കും ഞാൻ രണ്ടാളെ കാണിച്ചു തരാം. ഞാനിപ്പോൾ രണ്ടാളെ കാണിച്ചു തരാം. കൊടയല്ല, അംബ്രല്ല. പറ അംബ്രല്ല. ബത്തക്കല്ല, വാട്ടർമെലൺ. ന്യൂനു വാട്ടർമെലൺ. അത് മുട്ടായി അല്ല. നമുക്കിപ്പോൾ ഇവരെ നോക്കിയിരുന്നാൽ നമ്മളെ പണിയൊന്നും നടക്കൂല. അപ്പോൾ നേരത്തെ മൂടി വെച്ച മസാല നല്ലോണം ഇതായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് കുറച്ച്
കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചൊരു തുള്ളി ഒരു ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അത് ഇടയ്ക്ക് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ചിക്കനൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെക്കുക. ലോ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഒരു 2-3 വട്ടം ഒരു 10-15 മിനിറ്റോളം ഞാൻ വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേറെ പണിയൊന്നുമില്ല. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചോറ് കുറച്ചും കൂടി ഒന്ന് വേവാവാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ചോറിന് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ടിട്ട് ഞാനിപ്പോൾ ദമ്മ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേറെ പാത്രത്തിൻ്റെയും പണിയൊന്നും ഇല്ല. സാധാരണ ഞാൻ ഇങ്ങനെയല്ല, വേറെ പാത്രത്തിൽ ഇങ്ങനെ മിക്സാക്കി ചെയ്യുക. ഇതിപ്പോൾ ലെയറായിട്ട് ഞാൻ വേറെ പാത്രത്തിൽ മിക്സാക്കി. ഇതിപ്പോൾ ചോറ് കുറച്ചും കൂടി വേവാനുള്ളത് കൊണ്ട് ഈ ചോറ് ഇതിലേക്ക് തന്നെ തട്ടിക്കൊടുത്തിട്ട് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ചോറും കൂടി അതിൻ്റെ മുകളിലേക്ക് തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി അടച്ചു വെച്ചിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് മുകളിലേക്ക് നല്ലോണം ആവി കയറ്റി എടുക്കുക. എയർ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഹോളിൻ്റെ അടുത്ത് ഒരു തുണി വെച്ച് കൊടുക്കുന്നുണ്ട്. ബിരിയാണി ഇറട്ടാ ഇങ്ങോട്ടേക്ക് ഇറട്ടാ ഇപ്പൊ നമ്മളെ ബിരിയാണി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരാളവിടെ കാത്തിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആള് കാത്തിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഒറ്റക്ക് തന്നെ പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കാത്തിരിക്കുന്ന ആൾക്ക് നമുക്കിപ്പോൾ ഒന്ന് ബിരിയാണി വിളമ്പി കൊടുക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലെല്ലാം വരുന്നുണ്ട്. ടേസ്റ്റ് നോക്കിയാലേ മനസ്സിലാവും ടേസ്റ്റ് ഉണ്ടോ സ്മെല്ല് മാത്രമാണോ എന്ന്. ഏതായാലും ഒരാൾ കാത്തിക്കുന്നുണ്ടല്ലോ, കാത്തിക്കുന്ന ആളോട് തന്നെ നമുക്കൊന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം. സൗണ്ട് ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൈക്കൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇവർക്ക്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായിട്ടും മറക്കരുത് കേട്ടോ. ബൈ.